ഹലോ ഡിയാസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പം നമ്മുടെ സയന്റിഫിക് ഓഫീസർ എക്സാം ഇങ്ങനെ എടുക്കാറായി. അപ്പം നമ്മളുടെ സയന്റിഫിക് ഓഫീസർ ബയോളജി സിലബസ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബോട്ടണി ആൻഡ് സുവോളജി എന്ന് പറയുന്ന രണ്ട് പാർട്ടാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ബോട്ടണി പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ സുവോളജി പാർട്ടിൽ നിന്നും ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രാക്ടീസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ മറ്റൊരു റിമൈൻഡർ ആണ് നമ്മുടെ കൺഫർമേഷൻ, സയന്റിഫിക് ഓഫീസർ ബയോളജി എക്സാമിന്റെ കൺഫർമേഷൻ സെപ്റ്റംബർ 11 വരെയുള്ളൂ. അതിനു മുമ്പ് തന്നെ എല്ലാവരും കൺഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ദ എക്സാം. അതിനുശേഷം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. സോ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ബോട്ടണി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതിനുശേഷം സുവോളജി പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സയന്റിഫിക് ഓഫീസർ ബയോളജിയിലെ ഫസ്റ്റ് പാർട്ടായ ബോട്ടണിയിലെ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മോഡ്യൂൾ 1-ൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻ ആണ് ഫെല്ലോഡെർമസ് ഡിറൈവ്ഡ് ഫ്രം ഫസ്റ്റ് കോർക്ക് കേമ്പിയം, ഫെസിക്കുലാർ കേമ്പിയം, ഇന്റർഫെസിക്കുലാർ കേമ്പിയം ആൻഡ് പ്രോവാസ്കുലാർ കേമ്പിയം. സോ നമുക്കറിയാം സെക്കൻഡറി തിക്കനിങ്, പ്ലാന്റ്സിന്റെ സെക്കൻഡറി തിക്കനിങ്ങിന്റെ ടൈമിൽ ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഫെല്ലോജൻ. ഫെല്ലോജൻ എന്ന് പറയാൻ നേരത്ത് കോർട്ടക്സിലുള്ള സെൽസിന് ആക്റ്റീവ്ലി ഡിവൈഡിങ് പ്രോപ്പർട്ടി ഗെയിൻ ചെയ്തിട്ട്, മെരിസ്റ്റമാറ്റിക് പ്രോപ്പർട്ടി ഗെയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഫെല്ലോജൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് കേമ്പിയം ലൈക്ക് ആക്ടിവിറ്റി, ഡിവൈഡ് ചെയ്ത് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫെല്ലോജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഫെല്ലോജൻ എപ്പിഡെർമിസിന്റെ സൈഡിലേക്ക്, അതായത് ടുവേർഡ്സ് ഔട്ട്സൈഡ് ഇറ്റ് പ്രൊഡ്യൂസ് ദി ഫെല്ലം ആൻഡ് ടുവേർഡ്സ് ഇൻസൈഡ്, അതായത് സ്റ്റീൽ വാസ്കുലാർ സെൽസിന്റെ സൈഡിലേക്ക് ഇറ്റ് പ്രൊഡ്യൂസ് ദി ഫെല്ലോഡെർം. എന്താണ് ഫെല്ലോജൻ എന്ന് പറയാൻ നേരത്തെ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആണ്. ദേ പ്രൊഡ്യൂസ് ഫെല്ലം ടുവേർഡ്സ് ഔട്ട്സൈഡ് ആൻഡ് ഫെല്ലോഡെർം ടുവേർഡ്സ് ഇൻസൈഡ്. നമ്മുടെ ഈ ഫെല്ലോജൻ എന്ന് പറയുന്ന സ്ട്രക്ചറിനെയാണ് കോർക്ക് കേമ്പിയം എന്ന് പറയുന്നത്. സോ കോർക്ക് കേമ്പിയം ഡിവൈഡ് ചെയ്തിട്ട് ഫെല്ലം ടുവേർഡ്സ് ഔട്ട്സൈഡ് ആൻഡ് ഫെല്ലോഡെർം ടുവേർഡ്സ് ഇൻസൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഫെല്ലം അതുപോലെ ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡെർം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇറ്റ് ഫോംസ് ദി പെരിഡെർം എന്ന് പറയുന്ന സ്ട്രക്ചർ. ആൻഡ് ബേസിക്കലി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ബേസിക് ആയിട്ടും ഫെസിക്കുലാർ കേമ്പിയം ഉണ്ട്, ഇന്റർഫെസിക്കുലാർ കേമ്പിയം ഉണ്ട്, പ്രോവാസ്കുലാർ കേമ്പിയം ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി വാസ്കുലാർ ടിഷ്യൂസ് ഫോം ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ബേസിക്കലി നമ്മുടെ ഈ പെരിഡെർം ഫോർമേഷനിൽ വരുന്നത് കോർക്ക് കേമ്പിയം മാത്രമാണ്. സോ ഹിയർ വി ഹാവ് ദി കറക്റ്റ് ആൻസർ ആസ് ഓപ്ഷൻ എ, കോർക്ക് കേമ്പിയം. അതാണ് കറക്റ്റ് ആൻസർ. മോഡ്യൂൾ 2-ൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മോഡ്യൂൾ 2-ലെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എസ് ഡി ആൻഡ് വേരിയൻസ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Variance is equal to standard deviation. Variance is equal to standard deviation by n. Variance is equal to standard deviation square and none of these. അപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ബേസിക്കലി ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പം വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ വേരിയൻസ് അപ്പം എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. നൗ നമുക്ക് മോഡ്യൂൾ 3-ൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന മോഡ്യൂൾ. Which of the following material is used in the anion exchange chromatography? Diethyl amino ethyl groups, Biorex 70, SP Cepharos and DEAE Cephadex. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടും ആനയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്തിരിക്കുന്ന കോളം മെറ്റീരിയൽ എന്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഡൈഇഥൈൽ അമിനോ ഈഥൈൽ ഗ്രൂപ്പ്, അതായത് DEAE എന്ന് പറയുന്ന സംഭവമാണ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടും ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. സോ
അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് DEAE അല്ലാതെ തന്നെ നമുക്ക് മറ്റ് കോമ്പൗണ്ടുകൾ അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് കാർബോക്സി മീഥൈൽ, അതുപോലെ ക്വാട്ടനറി അമോണിയം സോൾട്സ്, ക്വാട്ടനറി അമോണിയം, അതുപോലെ സൾഫോണേറ്റ്സ്, sulfopropyls etc. can be used as anion exchange chromatography material. So ഇവിടെ നമ്മുടെ correct answer option A ആണ്, DEAE. So now നമുക്ക് module 4ൽ നിന്നൊരു question discuss ചെയ്യാം. നമ്മൾ photosynthesis part ആണ് consider ചെയ്യുന്നത്. Which one of the following is considered as a combination of 4 carbon intermediates formed during C4 photosynthesis in plants? Aspartate and malate, aspartate and alanine, phosphoenol pyruvate and oxaloacetate, alanine and pyruvate. നമുക്ക് C4 സൈക്കിളിൽ 4 കാർബൺ ഉള്ള ഇന്റർമീഡിയറ്റ്സ് ഏതൊക്കെയാണ് ഫോം ചെയ്തിട്ടുണ്ടാവുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ C4 സൈക്കിളിൽ ഫോസ്ഫോഇനോൾ പൈറുവേറ്റും കാർബൺ ഡയോക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് oxaloacetate form ചെയ്യുന്നത്. Oxaloacetate is a 4 carbon compound. Here we can see this is a 4 carbon compound. But phosphoenol pyruvate എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ phosphoenol pyruvate is a 3 carbon compound. Phosphoenol pyruvate കാർബൺ ഡയോക്സൈഡും കൂടെയാണ് 4 carbon ആയിട്ടുള്ള oxaloacetate ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3ൽ phosphoenol pyruvate ഒരു 3 carbon compound ആണ്, oxaloacetate 4 carbon ആണ്. അപ്പോൾ ഇത് ഒരു ഓപ്ഷൻ അല്ല. ഇനി ഓക്സാലോഅസിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഓക്സാലോഅസിറ്റേറ്റിന് 2 പാത്വേ വരാം. അതായത് ഇറ്റ് ക്യാൻ ബി ട്രാൻസാമിനേറ്റഡ് ടു ആസ്പാർട്ടേറ്റ്, ആസ്പാർട്ടേറ്റ് ആയിട്ട് ട്രാൻസാമിനേറ്റ് ചെയ്യാം ഇൻ ദ സൈറ്റോസോൾ, ഓർ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ടു മാലേറ്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ബൈ NADPH മാലേറ്റ് ഹൈഡ്രോജനേസ് എന്ന് പറയുന്ന ഡീഹൈഡ്രോജനേസ് എൻസൈം വഴി ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു 4 കാർബൺ മാലേറ്റ്. അപ്പൊ മാലേറ്റും 4 കാർബൺ ആണ്, ആസ്പാർട്ടേറ്റും 4 കാർബൺ ആണ്. സോ ഓക്സാലോഅസിറ്റേറ്റിന്റെ 2 പാത്വേ ആണ് വരുന്നത്. ഒരെണ്ണം മാലേറ്റ് ആകുക എന്നുള്ളതും രണ്ടാമത്തത് ആസ്പാർട്ടേറ്റ് ആകുക എന്നുള്ളതും. സോ ബോത്ത് ആർ 4 കാർബൺ കോമ്പൗണ്ട്സ്. നമുക്ക് ഇവിടെ വരാൻ നേരത്ത് മാലേറ്റ് ആൻഡ് ആസ്പാർട്ടേറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. ദേ ആർ 4 കാർബൺ ആൻഡ് 4 കാർബൺ. സോ ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, മാലേറ്റ് ആൻഡ് ആസ്പാർട്ടേറ്റ്. ഇത് നമ്മുടെ മോഡ്യൂൾ 8 അതുപോലെ തന്നെ മോഡ്യൂൾ 9ൽ ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ട്രെൻഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് IUCN റെഡ് ലിസ്റ്റ് 2024, which one of the following group has highest percentage of assessed species that are threatened with extinction? Amphibians, birds, mammals and reptiles. So നമ്മൾ ഇത് IUCNന്റെ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. That is more than 45,300 species are threatened with extinction. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് amphibians ആണ്, then mammals, conifers, birds, sharks and rays, reef corals and selected crustaceans. പിന്നെ reptiles നമുക്ക് 21%, അതുപോലെ cycads 71% ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ amphibians ആണ്. ഇത് നമ്മുടെ 2024ലെ ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് IUCNന്റെ റെഡ് ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. ദാറ്റ് ഇസ് amphibians with 41% of threatened with extinction. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, amphibians. Amphibians is the correct answer. That is the option A. Scientific Officer Biology സിലബസിലെ സെക്കൻഡ് പാർട്ട് സുവോളജി റിലേറ്റഡ് MCQ ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്മ്യൂണോളജി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചോദ്യം, which of the following is false regarding B cell? ചോദ്യം എന്താണ്? B cell regarding false statement ആണ് ചോദിക്കുന്നത്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഒറിജിനേറ്റ് ഇൻ ബോൺ മാരോ, differentiate in lymphoid tissue, suffers immunoglobulin absent,
mediate humoral immunity. So B സെല്ലിനെ ബേസ് ചെയ്തിട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത് ബി സെൽ ഒറിജിനേറ്റ് ഇൻ ബോൺ മാരോ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ബി സെൽ, ബി ഫോർ ബോൺ മാരോ, അങ്ങനെ ഓർത്ത് വെക്കാമല്ലോ. ബി ഫോർ ബോൺ മാരോ. ടി സെൽ ആണെങ്കിലോ തൈമസ്. സോ ആദ്യത്തേത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കാം, ഡിഫറൻഷിയേറ്റ് ഇൻ ലിംഫോയിഡ് ടിഷ്യൂ. ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. സി നോക്കാം, സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇസ് ആബ്സെന്റ്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രസന്റ് ആണ്. ഡി മീഡിയേറ്റ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അപ്പൊ അതും കറക്റ്റ് ആണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ബി സെൽസ് ആണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. കാരണം ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സർഫസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആബ്സെന്റ്. The next question ഫിസിയോളജി എന്നാണ് എടുത്തിരിക്കുന്നത്. ചോദ്യം, the fetal hormone which work as uterine stimulant to enable parturition. Option oxytocin, cortisol, prostaglandin, both 1 and 2. ഇവിടുത്തെ ശരി ഉത്തരം ഓക്സിറ്റോസിൻ കറക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ കോർട്ടിസോൾ കറക്റ്റ് ആണ് അല്ലെ. ഓക്സിറ്റോസിൻ കറക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പെട്ടെന്ന് ഓപ്ഷൻ എ ഉത്തരം എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പൊ ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കുക. കോർട്ടിസോളും കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബോത്ത് 1 and 2 is the right answer. എവല്യൂഷൻ. എവല്യൂഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. ഡയറക്ഷണൽ സെലക്ഷൻ. 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ നോക്കാം. occurs due to change in the environmental in particular direction. Second one, favors the phenotype which is non-average or extreme. Third one, eliminates normal or average individual. And the fourth one, keeps the population genetically constant. ഇതില് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. റോങ് എന്ന് പറയുന്നത് നാലാമത്തേതാണ്. ഡയറക്ഷണൽ സെലക്ഷൻ കീപ്സ് പോപ്പുലേഷൻ ജനറ്റിക്കലി കോൺസ്റ്റന്റ്. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ പോപ്പുലേഷൻ ജനറ്റിക്കലി കോൺസ്റ്റന്റ് ആവുന്നില്ല. സോ 1, 2 and 3 മൂന്നെണ്ണം കറക്റ്റ് ആണ്. ഡയറക്ഷണൽ സെലക്ഷൻ occurs due to change in the environment in particular direction. Favors the phenotype which is non-average or extreme. അതും കറക്റ്റ് ആണ്. Eliminates normal or average individual. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? നാലാമത്തത് തെറ്റാണെങ്കിൽ നമുക്ക് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. 1, 2 and 3 are correct. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കാരണം നാലാമത്തത് തെറ്റാന്ന് പറയുമ്പോൾ തന്നെ ബി തെറ്റാണ്. അതിൽ 4 വന്നിട്ടുണ്ട്. സി തെറ്റാണ്. അതേപോലെ തന്നെ ഡിയും തെറ്റാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഈ ഒരു ചോദ്യം ഫിസിയോളജി എന്നാണ് എടുത്തിരിക്കുന്നത്. The glucose uptake from the lumen of small intestine is an example of. Option simple diffusion, primary active transport, secondary active transport and filtration. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം റൈറ്റ് ആൻസർ ഇസ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കോ ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണ്. കോ ട്രാൻസ്പോർട്ട്. സോ ഇൻഡസ്റ്റൈൻ്റെ കേസിൽ ഗ്ലൂക്കോസ് അപ്ടേക്ക് നടക്കുമ്പോൾ ഗ്ലൂക്കോസും അതേപോലെ തന്നെ സോഡിയം കപ്പിൾഡ് ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതൊരു കോ ട്രാൻസ്പോർട്ട് ആണ്. അതിനെയാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഡെവലപ്മെന്റൽ ബയോളജി എന്നുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കേഷൻ ഓഫ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്? ഓപ്ഷൻസ് നോക്കുക. ഇറ്റ് അലൗസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റുല. It allows for the development of large eggs with lots of yolk. C. It allows for the formation of specialized cells and tissues. And option D. It sets the stage for gastrulation and organogenesis. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. മീറോബ്ലാസ്റ്റിക് ക്ലീവേജിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് അലൗസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ലാർജ് എഗ്സ് വിത്ത് ലോട്ട്സ് ഓഫ് യോക്ക്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.